US, UK തുടങ്ങിയ രാജ്യങ്ങൾ തൊഴിൽ, വിദ്യാഭ്യാസം എന്നീ മേഖലയിൽ ഏർപ്പെടുത്തിയ ചില നിയന്ത്രണങ്ങൾ ഇപ്പോൾ ആ രാജ്യങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പുറത്തിറക്കിയ ചില നയങ്ങൾ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാവാൻ കാരണമായിരുന്നു. എന്നാൽ ഇന്ന് UK കനത്ത തൊഴിലാളി ക്ഷാമമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിരവധി തൊഴിൽ അവസരങ്ങളാണ് UK തുറക്കുന്നതും. ഇപ്പോൾ കാർഷിക തൊഴിലാളി ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഇത് പരിഹരിക്കാൻ UK സീസണൽ വർക്കർ വിസ പദ്ധതി 5 വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ഇത് UKയിൽ ജോലി തേടുന്ന ഒരാളെ സംബന്ധിച്ച് മികച്ച ഒരു അവസരമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കർഷകർക്കും ഒപ്പം തന്നെ ഭക്ഷ്യ ഉൽപാദകർക്കും ഹ്രസ്വകാല കരാറുകളിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് തുടരാൻ പ്രാപ്തമാക്കുന്ന രീതിയിലാണ് UK സർക്കാർ സീസണൽ വർക്കർ വിസ പദ്ധതി 5 വർഷത്തേക്ക് കൂടി നീട്ടിയത്. യഥാർത്ഥത്തിൽ ഇത് 2021 അവസാനിക്കേണ്ട പദ്ധതിയായിരുന്നു. എന്നാൽ നാഷണൽ ഫാമേഴ്സ് യൂണിയൻ അടുത്ത 5 വർഷം വരെ കാലാവധി നീട്ടാൻ അഭ്യർത്ഥിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൂടാതെ വർക്കർ വിസ പദ്ധതി നീട്ടുന്നത് വഴി കാർഷിക മേഖലയിലെ സീസണൽ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. കൂടാതെ കാർഷിക മേഖലയിലെ തൊഴിലാളികളുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ ശുപാർശകളെ തുടർന്നാണ് ഈ ഒരു തീരുമാനം. അതേസമയം കാലാവധി നീട്ടിയിട്ടും ഈ പദ്ധതിയിലെ തൊഴിലാളികളുടെ ചൂഷണത്തെയും അവകാശങ്ങളെയും കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പദ്ധതിയുടെ മറ്റ് പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കാലാവധി നീട്ടിയത് തൊഴിലാളികൾക്ക് 6 മാസം വരെ UKയിൽ തുടരാൻ അനുവദിക്കുന്നു. ഒപ്പം തന്നെ 2025 UK സർക്കാർ സീസണൽ തൊഴിലാളികൾക്കായി 45,000 വിസകൾ അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ ഈ മേഖലയിലെ തൊഴിലാളികളെ ഹോർട്ടിക്കൾച്ചർ, പൗൾട്രി മേഖലകളിലെ ജോലികളിലേക്ക് പരിമിതിപ്പെടുത്തും. കൂടാതെ അംഗീകൃത സ്കീം ഓപ്പറേറ്റർമാർക്ക് മാത്രമേ ഇവരെ നിയമിക്കാനുള്ള ലൈസൻസുമുള്ളൂ. കൂടാതെ പഴങ്ങളും പച്ചക്കറികളും ശേഖരിക്കുന്നതുൾപ്പെടെയുള്ള ഹോർട്ടിക്കൾച്ചർ ജോലികൾക്കായി 43,000 വിസകൾ കൂടി അനുവദിക്കുന്നുണ്ട്. ഒക്ടോബർ 2-നും ഡിസംബർ 31-നും ഇടയിൽ ലഭ്യമാകുന്ന കോഴി സംസ്കരണത്തിനും അനുബന്ധ ജോലികൾക്കുമായി 2,000 വിസകൾ കൂടി അനുവദിക്കാനും തീരുമാനമുണ്ട്. ഇനി ഈ അപേക്ഷകർക്കുള്ള യോഗ്യതാ മാനദണ്ഡം എന്തൊക്കെയാണെന്ന് നോക്കാം. സീസണൽ വർക്കർ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് അപേക്ഷകർ നിരവധി ആവശ്യകതകൾ പാലിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ആദ്യം അംഗീകൃത സ്കീം ഓപ്പറേറ്റർ വഴി ഒരു ജോലി ഓഫർ നേടുക. കൂടാതെ അപേക്ഷകന് കുറഞ്ഞത് 18 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. ഈ കാര്യം നിർബന്ധമാണ്. ശേഷം എത്തിച്ചേരുമ്പോൾ സ്വയം പിന്തുണയ്ക്കാൻ 1,270 പൗണ്ട് സമ്പാദ്യം ഉണ്ടെന്നതിന്റെ തെളിവ് കൂടെ നൽകണം. കൂടാതെ വിസ തൊഴിലാളികൾക്ക് ആശ്രിതരെ കൊണ്ടുവരാൻ യാതൊരു കാരണവശാലും അനുവദിക്കുകയുമില്ല. അതേസമയം സീസണൽ വർക്കർ വിസയ്ക്കുള്ള അപേക്ഷാ പ്രക്രിയ വളരെ സിമ്പിളാണ്. അപേക്ഷകർ ആദ്യം ഒരു അംഗീകൃത റിക്രൂട്ട്മെന്റ് ഏജൻസി വഴി ജോലി കണ്ടെത്തണം. തുടർന്ന് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ വിസ അപേക്ഷയ്ക്ക് ആവശ്യമായ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്, അതായത് COS അപേക്ഷകന് ലഭിക്കും. തുടർന്ന് അപേക്ഷകർ അവരുടെ വിസ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുകയും 264 പൗണ്ട് അപേക്ഷാ ഫീസ് അടയ്ക്കുകയും ബയോമെട്രിക്സ് അപ്പോയിന്റ്മെന്റിൽ പങ്കെടുക്കുകയും ചെയ്യണം. ചിലപ്പോൾ വിസ തീരുമാന പ്രക്രിയ സാധാരണയായി 3 ആഴ്ച വരെ സമയമെടുക്കും. ഇനി എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമോ മറ്റോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സമയം വൈകാനും സാധ്യതയുണ്ട്. ഇനി ഈ തൊഴിലിൽ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടോ എന്നറിയാം. സീസണൽ വർക്കർ വിസ സ്കീമിന് കീഴിലുള്ള ചൂഷണ സാധ്യതയെക്കുറിച്ച് തൊഴിൽ അവകാശ സംഘടനകൾ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് മിക്ക റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. എന്നാൽ പല തൊഴിലാളികളും പ്രത്യേക തൊഴിലുടമകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വലിയ ആശങ്കകളില്ല. കൂടാതെ സുരക്ഷിതം അല്ലാത്തതോ ദുരുപയോഗം ചെയ്യുന്നതോ ആയ ജോലിസ്ഥലങ്ങൾ വിട്ടുപോകാനുള്ള അവരുടെ കഴിവ് ഇതിന് പരിമിതപ്പെടുത്തും. അതേസമയം വിസ ഉടമകളുടെ ക്ഷേമം ഒരു മുൻഗണനയാണെന്നാണ് ഊന്നി പറഞ്ഞുകൊണ്ട് UK സർക്കാർ ഈ ആശങ്കകൾ അംഗീകരിക്കുകയും ചെയ്തു. സീസണൽ വർക്കർ വിസ UKയിൽ ഹ്രസ്വകാല ജോലിക്ക് അവസരം നൽകുന്നുണ്ടെങ്കിലും തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കുമെന്നും ഇതിൽ നിർദ്ദേശിക്കുന്നുണ്ട്. വിസയ്ക്ക് പരിമിതമായ കാലയളവിലേക്ക് ചുരുങ്ങുമ്പോൾ സാധാരണയായി 6 മാസത്തേക്കാണ് സാധുത. കൂടാതെ തൊഴിലാളികൾക്ക് അവരുടെ വിസ സ്പോൺസർ ചെയ്യുന്ന സ്കീം ഓപ്പറേറ്റർമാർക്ക് കീഴിൽ മാത്രമേ ജോലി ചെയ്യാനും അനുവദിക്കുകയുള്ളൂ. അതേസമയം സീസണൽ വർക്കർ വിസ പദ്ധതിയുടെ വിപുലീകരണം കാർഷിക മേഖലയിൽ തൊഴിലവസരങ്ങൾ നൽകുന്നത് തുടരുമ്പോൾ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ചും സിസ്റ്റത്തിനുള്ളിലെ വെല്ലുവിളികളെക്കുറിച്ചും നിർബന്ധമായും അറിഞ്ഞിരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി.